ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസും നമ്മൾ പറയാൻ പോകുന്നത്. മത്സരം നടക്കുന്ന മറ്റേപ്പോഴുള്ള ഏപ്രിൽ 9 കൃത്യം 7:30 അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ പഞ്ചാബ് വേഴ്സസ് സൺറൈസേഴ്സ് തമ്മിലാണ്. ഈ ഒരു മത്സരം നടക്കുന്നത് നമ്മുടെ പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടായ മഹാരാജ യുവേന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. റീസെൻ്റ് ആയിട്ട് ഒരു മത്സരം ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ IPL സീസണിലെ രണ്ടാമത് നടന്ന ഒരു മത്സരമായിരുന്നു കേട്ടോ. ഡൽഹി വേഴ്സസ് പഞ്ചാബോ സംതിങ് ആയിരുന്നു. ഡൽഹി വേഴ്സസ് പഞ്ചാബ് ആ ഒരു മത്സരമായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റു ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. അതിലാണ് നമ്മൾ ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. സോ തീർച്ചയായിട്ടും ഇതുവരെ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്ക് ടു റിവ്യൂലോട്ട് വരാം. ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്നതിന് മുന്നായിട്ട് എനിക്ക് റീസെന്റ് നടന്ന ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ നടന്ന ആ ഒരു മത്സരത്തെ പറ്റി നമുക്ക് നോക്കിയിട്ട് ഈ ഒരു പിച്ചിനെ പറ്റി പറയാം. കാരണം ഒരുപാട് മത്സരങ്ങളൊന്നും ഈ ഒരു പിച്ചിൽ നടന്നിട്ടില്ല. റീസെന്റ് ആയിട്ട് കുറച്ച് മത്സരങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ സോ ഈ ഒരു സീസണിൽ നടന്നൊരു IPL മാച്ച് തന്നെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്കൊരു ഓപ്ഷൻ തോന്നിയത്. ഓക്കെ, മാച്ച് നമ്പർ 2 ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. അതെ, പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഡൽഹി. ഇത് കണ്ടില്ലേ, PCA മുല്ലനപൂർ സ്റ്റേഡിയം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇൻഫോ കാര്യങ്ങൾ നോക്കാം. PCA ന്യൂ സ്റ്റേഡിയം മുല്ലനപൂർ. ഓക്കെ, ആ ഒരു സ്റ്റേഡിയം തന്നെയാണ്. നമ്മൾ ഈ ഒരു മത്സരം പറഞ്ഞില്ലേ, ഇവിടെ 2 മത്സരങ്ങൾ നടന്നിട്ടുള്ളൂ. സോ അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ DC ആയിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സ് 179 റൺസിന് 9 വിക്കറ്റ് നഷ്ടത്തിലാണ് അവർ ബാറ്റിംഗ് ചെയ്തത്. 174 റൺസ് എടുത്തായിരുന്നു കേട്ടോ. 9 വിക്കറ്റ് നഷ്ടപ്പെട്ടു. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ടോപ്പ് ഓർഡർ ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ് അത്യാവശ്യം സ്കോർ റൺസ് എടുത്തത്. അതുപോലെ തന്നെ മിഡിൽ ഓർഡറൊക്കെ കുറച്ച് ഡൗൺ തന്നെ ആയിരുന്നു. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന അഭിഷേക് പവറിലാണ് അത്യാവശ്യം പിന്നെയും കുറച്ച് പെർഫോമൻസ് കാണിച്ചു വെച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ഹർഷൽ പട്ടേൽ 2 വിക്കറ്റ്, രാഹുൽ ചഹാർ 1 വിക്കറ്റ്, ഹർപ്രീത് ബാർ 1 വിക്കറ്റ്, കാസിയോ റബാഡ 1 വിക്കറ്റ്, ഹർഷദീപ് സിംഗ് 2 വിക്കറ്റ്. അപ്പോൾ ഇതിൽ ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് 1, 4, 4, 5 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സ്, 2 വിക്കറ്റ് സ്പിന്നറുമാണ് ഈ ഒരു മത്സരത്തിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഇന്നിങ്സിലോട്ട് നോക്കുന്ന സമയത്ത് മിഡിൽ ഓർഡറായി ഇറങ്ങിയ സാം കർണാണ് 63 റൺസ് എടുത്തത്. അതുപോലെ തന്നെ ലിയാൻ ലിവിൻസ്റ്റൺ മിഡിൽ ഓർഡറാണ്. ടോപ്പ് ഓർഡറിൽ അത്യാവശ്യം 2 പേര് മാത്രമേ നന്നായി കളിച്ചിട്ടുള്ളൂ. മിഡിൽ ഓർഡറിലും 2 ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഇതിൽ വിക്കറ്റ് ടേക്ക് ചെയ്തത് ഫാസ്റ്റ് ബൗളേഴ്സ് ഖലീൽ അഹമ്മദ് 2 വിക്കറ്റ്, അതുപോലെ തന്നെ ഇഷാന്ത് ശർമ്മ 1 വിക്കറ്റ്, കുൽദീപ് യാദവ് 2 വിക്കറ്റ്. ഇവിടെ ടോട്ടലി നോക്കുന്ന സമയത്ത് ഏകദേശം 6 വിക്കറ്റാണ് ഫോളോ വീണിരിക്കുന്നത്. അതിൽ 1 റൺഔട്ടായിരുന്നു, ബാക്കിയൊക്കെ വിക്കറ്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 5 വിക്കറ്റിൽ 4 വിക്കറ്റും 3 വിക്കറ്റും ഫാസ്റ്റ് ബൗളേഴ്സാണ്. അത് 8 വിക്കറ്റ് ഫാസ്റ്റ് ബൗളറും ഏകദേശം 4 വിക്കറ്റുമാണ് ടോട്ടലി ഇവിടെ സ്പിന്നേഴ്സ് കളക്ട് ചെയ്തിരിക്കുന്നത്. റീസെൻ്റ് നടന്നൊരു മത്സരത്തിൻ്റെ ഓവറോൾ വിക്കറ്റ്സ് നോക്കുമ്പോൾ 8 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സും 4 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ്. 12 വിക്കറ്റാണ് വീണിരിക്കുന്നത്. അതിൽ 8 വിക്കറ്റ് ഫാസ്റ്റ് ബൗളർ, 4 വിക്കറ്റ് സ്പിന്നറും എടുത്തിരിക്കുന്നത്. എടുത്തെടുത്ത് പറയുന്നത് ആ ഒരു സ്പിന്നേഴ്സിൻ്റെയും ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെയും ഒരു ആഘാതം ഈ ഒരു പിച്ചിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പിച്ചിൻ്റെ റൺസും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ റീസെൻ്റ് ആയിട്ട് ഒരു മത്സരം കളിച്ചിട്ടുള്ളൂ. അതിൽ ബാറ്റിംഗ് സെക്കൻഡാണ് വിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 174 റൺസാണ്. ലാസ്റ്റ് 3 ഇയേഴ്സിൽ പഞ്ചാബ് വേഴ്സസ് സൺറൈസ് തമ്മിലുള്ള H2H റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് 6 മത്സരങ്ങളാണ് തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. പഞ്ചാബ് 2 പ്രാവശ്യം, സൺറൈസേഴ്സ് ഹൈദരാബാദ് 3 പ്രാവശ്യമാണ് വിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 8 മത്സരം കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് 6 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് 2 പ്രാവശ്യം വിൻ ചെയ്തിരിക്കുന്നത്. ആവറേജ് സ്കോർ 124 റൺസാണ്. ഹയസ്റ്റ് സ്കോർ 225 റൺസാണ്. ഇത് വേറെ T20 കേട്ടോ. ബംഗാൾ വേഴ്സസ് പുതുച്ചേരി തമ്മിൽ കളിച്ച ഒരു T20 ഇതായിരുന്നു. ഹയസ്റ്റ് സ്കോർ ചേസിന് നോക്കുകയാണെങ്കിൽ 149 റൺസിന് നമ്മുടെ ബറോഡ വേഴ്സസ് മുംബൈ തമ്മിൽ കളിച്ച സമയത്ത് ചേസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് പോകുന്നത്. ഈ ഒരു പിച്ചിനെ പറ്റി ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പിച്ചാണ്. ബട്ട് വിക്കറ്റ് വീഴുമെന്ന് വെച്ചാൽ വീഴും. അതായത് ബാലൻസ്ഡ് പിച്ച് എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം. തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ ഏകദേശം ഒരു 10 വിക്കറ്റിന് മുകളിൽ ഇരു ടീമുകളിൽ നിന്ന് 10 വിക്കറ്റിന് മുകളിൽ വീഴും. ഇതിൽ മാക്സിമം 6-7 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സ് തന്നെ എടുക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 6 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സ് എടുക്കുക. അപ്പോൾ ഏത് ഫാസ്റ്റ് ബൗളർ ആയിരിക്കും അത് കൂടുതൽ വിക്കറ്റ് എടുക്കാൻ ചാൻസ് ഉള്ളത്? ഇപ്പോൾ ടോപ്പ് പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സും അതുപോലെ തന്നെ ഈ ഒരു പിച്ചിൽ H2H റെക്കോർഡ്സ് ആകിയത് എഗെയിൻസ്റ്റ് ആയിട്ട് H2H റെക്കോർഡ്സ് ഉള്ള പ്ലെയേഴ്സിനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ,
അപ്പോൾ ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 174 റൺസാണ് ആവറേജ്. ഫാസ്റ്റ് ബോളേഴ്സ് 8 വിക്കറ്റും സ്പിന്നേഴ്സ് 4 വിക്കറ്റുമാണ് എടുത്തിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിലത്തെ റെക്കോർഡ്സ് ആട്ടോ ഇത്. അതുപോലെ തന്നെ ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് 90 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. റെയിൻ പോസിബിലിറ്റി 8% ഉണ്ട്, പക്ഷേ കൂടുതലും പെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കുറവാണ്. അപ്പോൾ പിച്ച് റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ എച്ച് ടിപ്സ് പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ കുബേര ഫാൻറ്റസി എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്തതാണ് തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു കിരൺ ആപ്ലിക്കേഷനാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം 5 പ്ലേയേഴ്സെ കാണാൻ പറ്റുമല്ലോ. ഇതിൻ്റെ പേര് ഡ്യുവോ എന്നാണ്. 5 പ്ലേയേഴ്സ് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്തിട്ടാൽ മതി. നമ്മൾ ഗെയ്ക്വാഡിനെ പിക്ക് ചെയ്തിടാം. ഗെയ്ക്വാഡാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ഓപ്പണന്റ് ദീപക് ചഹാറി വന്ന് പിക്ക് ചെയ്യുക. അപ്പോൾ 2 ആളായി. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത ഗെയ്ക്വാഡാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഈ ഒരു മത്സരത്തിൽ എടുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് വിൻ, അങ്ങനെ സിമ്പിളായിട്ട് വിന്നാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസി ഡ്യുവോ. ഇതിൽ H2 H3 ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയുള്ള പ്രൈസിന് ഇവിടെ കളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്യുവോ പ്രോ ഉണ്ട്. നമ്മൾ ഡ്രീം ലെവലിൽ ഒരു ടീം ഇട്ട് ഇറങ്ങുന്നില്ലേ, ടീമിൽ 11 പേരുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ടീമിൽ 2 പേരെ ഉണ്ടാവുള്ളൂ. അതായത് ഈ ഒരു സെറ്റ് വന്നെന്നും ഈ ഒരു സെറ്റിൽ നിന്ന് ഓരോരോ പ്ലേയേഴ്സിനെ വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് ഇറങ്ങാം. ഇതിൽ ഏറ്റവും കൂടുതൽ ജയിക്കാൻ ചാൻസുള്ള ആരാണോ, ഐ മീൻ നിങ്ങൾ സെലക്ട് ചെയ്ത ആളാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ കൂടുതൽ പോയിന്റ്സ് എടുത്ത് വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾ വിന്നാവും. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് പൈസ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അതുപോലെ തന്നെ ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ. നമ്മുടെ ഡ്രീം ഇലവനിൽ 299 300 രൂപ ഉള്ളത് ഇവിടെ വന്നതിന് വെറും 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം നമ്മുടെ കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷനിലോ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. അതുകൊണ്ട് ഒരുപാട് GL ഉണ്ട്. 5 രൂപയ്ക്കൊക്കെ GL നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വിഷൻ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുക. ഒരുപാട് തരം വെറൈറ്റി വ്യത്യസ്ത തരം കോൺടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ആപ്ലിക്കേഷൻ ഇതുവരെ യൂസ് ചെയ്തതാണ് തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. ഏകദേശം 1 രൂപയ്ക്ക് കോൺടെസ്റ്റ് കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് പറയാം. സോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. നമ്മുടെ കുബേര ഫാൻറ്റസി ഡ്യൂ ഓപ്ഷൻ കണ്ടില്ല, ആ ഒരു സെയിം മെത്തേഡാണ്. ഈസി ആയിട്ട് നമുക്ക് പൈസ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പോപ്പ് വിൻഡോ. സോ ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വേറെ ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് നമ്മുടെ ചോയ്സിൽ വന്ന്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. അതുകൂടാതെ ഡെയിലി ഗിയേഴ്സ് കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഡ്രീം ഇലവനെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും വളരെ കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ഡ്യുവോ ഓപ്ഷൻ കണ്ടില്ല. അതുപോലെ തന്നെ ഇവിടെയും പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ, കോപ്പ് എന്ന് പറയുന്ന വിൻഡോ ഉണ്ട്. 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആരാണോ അവരെ നമുക്ക് പിക്ക് ചെയ്യാം. അങ്ങനെ ഈസി ആയിട്ട് പൈസ ചെയ്യാൻ പറ്റും. നമ്മുടെ ബാറ്റ് ബോൾ ഇലവൻ ഈ ആപ്ലിക്കേഷൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സിനെ നോക്കിയാൽ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ ശിഖർ ധവാൻ, അതുപോലെ തന്നെ ജോണി ബാരിസ്റ്റോ, സിമ്രാൻ സിംഗ്, അതുകൂടാതെ നമ്മുടെ സാം കറൻ, സിക്കന്ദർ റസ, ശശാങ്ക് സിംഗ്, അതുപോലെ ജിതീഷ് ശർമ്മ, ഹാർപ്രീത് ബാർ, അതുകൂടാതെ കാസിയോ റബാഡ, ഹർഷൽ പട്ടേൽ, അതുകൂടാതെ നമ്മുടെ അർഷദീപ് സിംഗ്. ഇത്രയും പേരാണുള്ളത്. ഇതിൽ നമ്മുടെ അർഷദീപ് സിംഗിൻ്റെ സ്ഥാനത്തോട്ട് നമ്മുടെ ഓഷോട്ടോഷ ശർമ്മയോ ഇതാരാ, ഇതേതൊരു പുള്ളിയാട്ടോ, എനിക്കറിയത്തില്ല. ഐ തിങ്ക് പുതിയൊരു പ്ലെയർ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ റീസെൻറ്റ് മത്സരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സൺറൈസ് ഹൈദരാബാദിലോട്ട് നോക്കുന്ന സമയത്ത് ട്രാവിസ് ഡൗഡ്, അത് അഭിഷേക് ശർമ്മ, ആദ്യം മാർക്കം ഹെൻഡ്രസ് കളേസൻ, നിതീഷ് കുമാർ റെഡ്ഡി, അതുകൂടാതെ നമ്മുടെ അബ്ദുൾ സമാദ്, ഷബാസ് അഹമ്മദ്, പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ, ജയദേവ് ഉദനക്കൻ, മായം മാർക്കണ്ഡെ, അതുപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയറായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ട്രാവിസ് ഹെഡ്, അതായത് നട്രാജൻ്റെ സ്ഥാനത്തോട്ട് ട്രാവിസ് ഹെഡ് വരാൻ ചാൻസ് ഉണ്ട്. ട്രാവിസ് ഹെഡിൻ്റെ സ്ഥാനത്തോട്ട് നട്രാജൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതെങ്ങനെ ശരിയാവും? ട്രാവിസ് ഹെഡ് ഫോറിൻ പ്ലെയർ അല്ലേ? എന്തോ ആയിക്കോട്ടെ, ബൗളേഴ്സ് അല്ലേ വേണ്ട, അത് വിഷയമില്ലല്ലോ. അപ്പോൾ കീ പ്ലെയേഴ്സായിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ശിഖർ ധവാൻ, അതുപോലെ തന്നെ ശശാങ്ക് സിംഗ്, അഭിഷേക് ശർമ്മ, അതുപോലെ പാറ്റ് കുമിൻസ്, ഇവരൊക്കെയാണ് കീ പ്ലെയേഴ്സ്. ഇതിൽ മസ്റ്റ് പിക്ക് ആയിട്ടുള്ള 2 പേര് ശിഖർ ധവാൻ, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയാണ്. H2 റെക്കോർഡ് നോക്കാം ഈ ഒരു മാച്ചിൽ, അതായത് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് കൂടുതൽ ഏറ്റുമുട്ടിയിട്ടുള്ള, അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിനോട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയിട്ട് ഏറ്റവും കൂടുതൽ റെക്കോർഡ്സുള്ള പ്ലേയേഴ്സിൽ അവരെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ പറയാനുള്ള നമ്മുടെ ശിഖർ ധവാനാണ്. 11 മത്സരമാണ് എഗെയിൻസ്റ്റ് ആയിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള നമ്മുടെ SRH ആയിട്ട് 364 റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്. പെർ മാച്ച് 36 റൺസാണ് അദ്ദേഹത്തിന് ആവറേജ് ആയിട്ടുള്ളത്. അടുത്തായിട്ട് എയ്തീൻ മാർക്കം, അദ്ദേഹം 3 മത്സരമാണ് എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കോർ നോക്കുന്ന സമയത്ത് 99 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. പെർ മാച്ച് ആവറേജ് 99ആണ്. കാരണം അദ്ദേഹത്തിന് ഒരു മത്സരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എഗെയിൻസ്റ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എഗെയിൻസ്റ്റ് പഞ്ചാബ് കിങ്സിനോട് നല്ല എഗെയിൻസ്റ്റുള്ള ഒരു പ്ലെയർ നോക്കിയാൽ നമ്മുടെ മാർക്കോണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലാണെങ്കിൽ പഞ്ചാബ് കിങ്സിൽ നിന്ന് എഗെയിൻസ്റ്റ് SRH ആയിട്ട് നോക്കുമ്പോൾ ശിഖർ ധവാനാണ്. സോ അവരെയൊക്കെ മസ്റ്റായിട്ട് പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി സേഫ് ക്യാപ്റ്റൻ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാംകറൻ, സിക്കന്ദർ റസ, അതേ മാർക്കം, ഇവർ 3 പേരുമാണ്. ഇനി റിസ്കി ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ശിഖർ ധവാൻ, ജോണി ബാരിസ്റ്റോ,
ഹർഷൽ പട്ടേൽ, കാസിയ റബാഡ, ഇത്രയും പേരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഡ്രീമിലെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ മാച്ച് ഒന്ന് എടുക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കളക്ഷനെ എടുക്കാം. അതുപോലെ തന്നെ പാറ്റ് കുമിൻസ്, കാസിയോ റബാഡ രണ്ടുപേരെയും മസ്റ്റ് പിക്കായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ സാംകറൻ, മാർക്കം രണ്ടാളെ എടുക്കാം. അതുപോലെ തന്നെ സിക്കന്ദർ റാസർ ഒരു റീസെൻ്റായിട്ട് അദ്ദേഹം കളിച്ചായിരുന്നു, പക്ഷേ ബൗളിങ്ങിൽ -2 points ആണ് അദ്ദേഹം കിട്ടിയത്. 2 over ബോൾ ചെയ്ത് വിക്കറ്റ്സ് കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ല, ഒരുപാട് റൺസാണ് കൊടുക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, ശിഖർ ധവാൻ, ട്രാവിസ് ഹെഡ് മൂന്നാളെയും നമുക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ജോണി ബാരിസ്റ്റോ ഫോം അല്ലെങ്കിൽ കൂടെ അത്യാവശ്യം എപ്പോൾ വേണേലും ഫോം ആവാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ്. ലാസ്റ്റ് കളിച്ച 2 മത്സരം ഡ്രീം ടീമിൽ കയറിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പിക്ക് ചെയ്യാം. അത്യാവശ്യം ബാറ്റിംഗ് ഓറിയൻറ്റഡ് ആയ ഒരു പിച്ചായതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് ബാറ്റിംഗ് സപ്പോർട്ടായിട്ട് കൂടെ നമുക്ക് ടീമിലോട്ട് ആൾക്കാരെ എടുക്കുന്നത് ഒരു നല്ലൊരു ഓപ്ഷനായി തോന്നി. കെ നിതീഷ് റെഡ്ഡി ഒരു അടിപൊളി ബൗളർ, ഒരു ഓൾറൗണ്ടറാണ്. അദ്ദേഹം റീസെൻറ്റ് മാച്ച് ബോൾ ചെയ്തോന്ന് ഞാൻ മാച്ച് കണ്ടിട്ടില്ല കേട്ടോ, ടു ബി ഹോണസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അർഷദീപ് സിംഗിനെ പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബോളറെ നമുക്ക് നോക്കാം. 2 ബോളേഴ്സ് നമ്മുടെ SRH എന്നൊരു ഓൾറൗണ്ടറിനെ കിട്ടിയാൽ അത്രയും നന്നായിരുന്നു. നമ്മുടെ ഷബാസ് അഹമ്മദ് നല്ലൊരു ഓപ്ഷനാണ്. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ പ്ലസ് റീസെൻ്റായിട്ട് കളിച്ച മത്സരത്തൊക്കെ ഓരോ വിക്കറ്റ്സ് എടുക്കുന്നുണ്ട് അദ്ദേഹം. റീസെൻ്റായിട്ട് അദ്ദേഹത്തെ നമുക്ക് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടീം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിലിനി ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് കൊടുക്കുക. ക്യാപ്റ്റൻ ഓപ്ഷൻ നമ്മുടെ അഭിഷേക് ശർമ്മയൊക്കെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജിൽ കൊടുക്കുന്ന അഭിഷേക് ശർമ്മയാണ്. കാരണം അദ്ദേഹം കളിച്ച എല്ലാ മത്സരങ്ങളിലും ഡ്രീം ടീമിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും സാംകറൻ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, സാംകറിനെ തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ നിങ്ങളുടെ ഓപ്ഷൻ തന്നെയാണ്. മാർക്കത്തിന് അത്യാവശ്യം നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു പിച്ചിൽ റീസെൻ്റ് കളിച്ച മത്സരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. 50 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ശിഖർ ധവാൻ അത്യാവശ്യം ഈ ഒരു പിച്ചിൽ നല്ല റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വേണമെങ്കിൽ അദ്ദേഹത്തെയും കൊടുക്കാം, നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം നമ്മുടെ മാർക്കത്തെ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക. ഈ ടീമിൽ നിന്ന് ഓരോ ക്യാപ്റ്റൻ VC എന്നുള്ളൊരു ഓപ്ഷനിൽ വൈസ് ക്യാപ്റ്റൻ നമുക്ക് മാർക്കത്തെ കൊടുക്കാം. ബാരിസ്റ്റോ വെച്ച് കളേഷൻ, അതുകൂടാതെ നമ്മുടെ ശിഖർ ധവാൻ, അതുപോലെ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ആദ്യം മാർക്കം, സാംകറൻ, ഷബാസ് അഹമ്മദ്, പാറ്റ് കുമിൻസ്, കാസിയോ റബാഡ, അർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ് ഗൈസ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇതുവരെ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.